ഹലോ, ഇന്നത്തെ എൻ്റെ ഈവനിങ്ങിന് ശേഷമുള്ള കുട്ടി വ്ളോഗ് കണ്ടാലോ? ഇത് ഞങ്ങളുടെ റൂമിലുണ്ടായിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ആണ് കേട്ടോ. ഇത് ഞാൻ മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ്. ഇപ്പം അത് പൊട്ടിക്കാവുന്ന പാകത്തിനായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെയൊക്കെ ആയിട്ട് ഞാൻ പൊട്ടിക്കുന്നതായിരിക്കും. ഇങ്ങനെ കാണുമ്പോൾ പൊട്ടിക്കാനും തോന്നുന്നില്ല. കാരണം ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെടിയൊക്കെ കെയർ ചെയ്ത് ഇങ്ങനെ ഈ ഒരു സ്റ്റേജ് വരെയൊക്കെ എത്തിക്കുന്നത്. നാട്ടിൽ ഉമ്മി ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ ഞാൻ ആ വഴിക്ക് നോക്കാറില്ല. ഇപ്പം ഞാനായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ എന്നത്തെയും പോലെ ഞാനും ആശയുടെ കൂടെ ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയതാണ്. അതിൻ്റെ മുന്നേ ആദ്യം ദിലൂനെയും സേനയെ ഇന്ന് സനയുടെ റൂമിലേക്ക് ആക്കി കൊടുക്കണം. കാരണം അവർ ഇന്ന് അങ്ങോട്ടേക്ക് നിൽക്കാൻ പോകണേന് വെക്കേഷനൊക്കെ ആയതുകൊണ്ട് അവിടുത്തെ മക്കൾ ഇവിടേക്കും ഇവർ അങ്ങോട്ടും നിൽക്കാനും പോലൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ വെക്കേഷൻ ഓൾമോസ്റ്റ് കഴിയാനായി തുടങ്ങിയിരിക്കുന്നു. പണ്ടൊക്കെ ഞാൻ കസിൻസിൻ്റെ വീട്ടിൽ നിൽക്കാൻ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരെയൊക്കെ എങ്ങനെയും പിടിച്ച് നിൽക്കും. രാത്രി ആയി കഴിഞ്ഞാൽ ഉമ്മിനെ കാണാണ്ടെങ്കിൽ സങ്കടവും കരച്ചിലൊക്കെ ആയിരിക്കും. അത് തന്നെ ഞാൻ ഉമ്മില്ലാണ്ട് ഇവിടെ നിൽക്കാൻ പോകില്ല. അങ്ങനെ വിചാരിച്ചിട്ടായിരുന്നു ഞാൻ ഇവരെ ഫസ്റ്റ് ടൈം നിൽക്കാനായിട്ട് വിട്ടിട്ടുണ്ടായിരുന്നത്. രാത്രിയാകുമ്പോൾ നമ്മളെന്തായാലും വിളിക്കും, സങ്കടവും കരച്ചിലൊക്കെ ആയിരിക്കും എന്ന് കരുതി. പക്ഷേ രാത്രിയായിട്ടും എന്നെക്കുറിച്ചൊന്ന് ചോദിച്ചും കൂടി ഇല്ല എന്ന് കേട്ടപ്പോൾ അവർക്ക് സങ്കടമാവുമെന്ന് വിചാരിച്ച് എനിക്ക് സങ്കടമായി എന്നല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായില്ല. ആ പോട്ടെ, മക്കളല്ലേ, അവരുടെ സന്തോഷമല്ലേ വലുത്. അങ്ങനെ സനയുടെ റൂമിലെത്തി അവരാക്കി കൊടുത്തു. 4 പേരും അവരെ കളിയും അവരുടെ ലോകത്തായിട്ടാ. അവരാക്കി അങ്ങനെ നേരെ തിരിച്ച് ഞങ്ങൾ ഓഫീസിലേക്ക് മടങ്ങുന്ന നേരം എപ്പോഴത്തെ പോലെ ചൂടുള്ള ചായയും ചൂടുള്ള കടികളും അടിപൊളി വടയായിരുന്നു കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ വട. അങ്ങനെ അതൊക്കെ കഴിച്ച് നേരെ ഓഫീസിലേക്ക് ഞങ്ങൾ മടങ്ങി. അങ്ങനെ കുറേ നേരം വെറുതെ ഇരുന്ന് പിന്നെ എനിക്ക് പിള്ളേരെ കാണാണ്ട് സങ്കടമൊക്കെ ആയി തുടങ്ങി. അവരിതുപോലെ നിൽക്കാൻ പോകുമ്പോഴായിരിക്കും ഞാൻ അവരടിച്ചതും ചീത്ത പറഞ്ഞതൊക്കെ ഇങ്ങനെ മൈൻഡിലേക്ക് വരാം. അപ്പോൾ അതൊക്കെ ആലോചിച്ചിരുന്ന് സങ്കടപ്പെടലാണ് എനിക്കുള്ള പണി. അപ്പോൾ ആ സങ്കടം മാറ്റാനായിട്ട് കുറേ നേരം സിനിമയൊക്കെ കണ്ടിരുന്ന് പിന്നെ ക്ലോസ് ചെയ്ത് നമ്മൾ റൂമിലേക്ക് പോണ വഴി ബർഗർ കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ ഇപ്പോഴത്തെ ഫേവറേറ്റ് സ്പോട്ടാണ് കേട്ടോ ബർഗർ. അങ്ങനെ അതും വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഇവിടെ ഒരു ഗായകൻ ഉണർന്നു. ചാർത്തിയോ കൺപീലി. സിറ്റുവേഷന് പറ്റിയ പാട്ട്. അങ്ങനെ പാട്ടും കേട്ട് ബർഗറും കഴിച്ച് ഞങ്ങൾ നേരെ റൂമിലേക്ക് വിട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സ്നേഹം ഒന്ന് കമൻറ്റ് ആയിട്ടൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ